ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ചുരിദാർ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കാണിക്കുന്നത്. ചുരിദാറിൻ്റെ ഫ്രണ്ട് പാർട്ടിൽ നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുള്ള ചുരിദാർ സ്റ്റിച്ചിങ് വീഡിയോ ആണ് നമ്മളത് കാണിക്കുന്നത്. ഇതൊരു റയോൺ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായല്ലോ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇതൊരു റയോൺ മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഇത് അത്യാവശ്യം നന്നായിട്ട് ചുളിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇതെൻ്റെ കയ്യിൽ കിട്ടിയിട്ട് കുറച്ചധികം ദിവസമായിട്ടുണ്ടായിരുന്നു. ഒരുപാട് മടികളും പിന്നെ വേറെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനങ്ങനെ സ്റ്റിച്ചിങ് നാളെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ചുളിവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു മെറ്റീരിയൽ ആദ്യം ഒന്ന് അയൺ ചെയ്തെടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാനിത് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. ചുരിദാർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചുരിദാർ മെറ്റീരിയലിനെ 4ആക്കി മടക്കിയിട്ടിട്ടാണല്ലോ ചുരിദാർ കട്ട് ചെയ്തെടുക്കുക. പക്ഷേ ഈ ഒരു മെറ്റീരിയൽ എനിക്ക് 4ആക്കി മടക്കിയിടാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. കാരണം ഈ ഒരു തുണി ഭയങ്കര സോഫ്റ്റ് ആണല്ലോ. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ തെന്നി പോവുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം ഫ്രണ്ട് പാർട്ട് ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തതിന് ശേഷം ബാക്ക് പാർട്ട് കട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട് പാർട്ടിലെ ഭാഗങ്ങളൊക്കെ നമ്മൾ മാർക്ക് ചെയ്തു. എന്നിട്ട് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത് ഇതൊരു മീഡിയം ലെവലിലുള്ള ഒരു ചുരിദാറാണ് കേട്ടോ. ഇതൊരു പ്ലെയിൻ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡിസൈൻ കൊടുത്താലാണ് ചുരിദാർ കാണാനൊരു ഭംഗി ഉണ്ടാവുക. അല്ലെങ്കിൽ ഒരു യൂണിഫോം ഇട്ടതുപോലെ തോന്നും അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ നെക്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഡിസൈൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ചുരിദാറിൻ്റെ ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗത്താണ് ഞാനൊരു ചെറിയ ഡിസൈൻ കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതുപോലൊരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഒരേ ലെവലിൽ ഞാൻ ഇതുപോലെ ഇങ്ങനെ ലൈൻസുകൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതുപോലെ ലൈൻ ഇട്ട് കൊടുത്തതിന് ശേഷം ആ ലൈനുകൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പട്ടുപാവാടയ്ക്കൊക്കെ ഞെറിവിട്ടിട്ട് തയ്ക്കില്ല, അതുപോലെ ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ സൈഡിലൂടെ ഇതുപോലെ അതേ ഗ്രീൻ കളറിൽ തന്നെ ഞാൻ ലേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ പ്ലെയിൻ മെറ്റീരിയലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചുരിദാറിൻ്റെ ലെവലേ മാറും കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ചുരിദാറായിട്ട് മാറും. അപ്പോൾ ഇതേ നമ്മൾക്കിനി ഇത് ലേസൊക്കെ ഒന്ന് വെച്ച് പതിച്ച് തയ്ച്ചു കൊടുക്കാം. ഇനി നമ്മളിതിൻ്റെ നമ്മുടെ ചുരിദാറിൻ്റെ ആ ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ, ആ ഫ്രണ്ട് ഭാഗത്ത് ഇതൊന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതേ നമ്മുടെ സ്റ്റിച്ചിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചുരിദാറിൻ്റെ മുകളിൽ ഇതൊന്ന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ആദ്യം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ മുകളിലൂടെ തന്നെ കഴുത്തിൻ്റെ ആ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, ഒരു റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഇതിലിൻ്റെ മുകളിൽ വരയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ തോന്നി ഇത് വേണ്ട, അത് ചിലപ്പോൾ കുളമായാലോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ചുരിദാറിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചുരിദാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.